ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലിം ബാങ്കിങ്ങിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ സക്സസീവ് മെത്തേഡിൻ്റെ കോൺസെപ്റ്റ്, സക്സസീവ് പെർസെൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്ക ബാങ്ക് എക്സാംസിലും ചോദിക്കുന്നതാണ് ഈ ഡിസ്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ്. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എ ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് 3 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 16.66 എക്സ് പെർസെൻറ്റേജ് 33.33% എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോസ് ആണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 16.66% എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും വരിക? 1/6 ഈക്വൽ ആയിരിക്കും വരിക അല്ലേ. ഓക്കെ, അപ്പോൾ 1/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 6 എന്ന് പറയുന്ന വാല്യൂ എത്രയായിട്ടാണ് കൺവേർട്ട് ആവുക? 5 ആയിട്ടാണ് കൺവേർട്ട് ആവുക അല്ലേ. ഡിസ്കൗണ്ട് ആണ് അലോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കേസിൽ എക്സ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ് മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസിൻ്റെയും പോർഷനിൽ റേഷ്യോസ് വരുന്നത് എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇത് റേഷ്യോസ് ജസ്റ്റ് എന്തായിട്ട് മാർക്ക് ചെയ്യുക? AB ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ 33.33% ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് 1/3 ആണ് വരിക. അപ്പോൾ നമുക്ക് ആ റേഷ്യോസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? 3:2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? 2 6ൽ 3 ടൈംസ് ആണ് ഡിവിസിബിൾ ആവുക. അതുപോലെ തന്നെ 3 × A × 3 എന്ന് പറയുമ്പോൾ എത്ര വരിക? അപ്പോൾ 9A ആണ് വരിക. ഇവിടെ 5 × B എന്ന് പറയുമ്പോൾ 5B എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 9A / 5B ആണ് വരിക അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് ദ ഓവറോൾ ഡിസ്കൗണ്ട് ഓഫേർഡ് ബൈ ഹിം ഈസ് 1100 / 21% എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ, 1100 ഡിവൈഡഡ് ബൈ 21% എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് പറഞ്ഞാൽ ഇൻറ്റു 1/100 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക? 11/21 ആണ് കിട്ടുക അല്ലേ. അതായത് എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ 21 മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ, ഓക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും, 21 മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ 11 ഡിസ്കൗണ്ട് ഓഫേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 10 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ നമ്മൾ റേഷ്യോസിന്റെ ഫോമിൽ ഓവറോൾ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 21/10 എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് 9A / 5B എന്ന് പറയുന്നത് 21/10 എന്തായിട്ടാണ് വരിക? ഈക്വൽ ആയിട്ടാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര വരിക? 90A = 105B ആണ് വരിക. അപ്പോൾ A/B എന്ന് പറയുന്നത് 105/90 ആണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഏറ്റവും ചെറിയ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 521 ടൈംസ് 518 ടൈംസ്, വീണ്ടും ചെറുതാക്കുമ്പോൾ 7 ടൈംസ്, അതുപോലെ തന്നെ 6 ടൈംസ് അല്ലേ. 37 ടൈംസും 36 ടൈംസും അല്ലേ. അപ്പോൾ നമുക്ക് എയും ബിയും തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് പറയാൻ പറ്റും? 7:6 എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് നമുക്ക് എന്ത് മീൻ ചെയ്യാന്ന് വെച്ചാൽ 1/7 ആണ് എന്ത് എന്ന് പറയുന്നത്? ഡിസ്കൗണ്ടിന്റെ പോർഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1/7 എന്ന് പറഞ്ഞാൽ അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 14.28% എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എക്സ് പെർസെൻറ്റേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 14.28% ആണ് എന്ത് വരിക? റിസൾട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക.